ഐഫോൺ വാങ്ങാൻ വേണ്ടി ഒരു കമ്പനി ലോൺ കൊടുക്കുമ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടി മറ്റൊരു കമ്പനി ലോൺ കൊടുക്കുന്നു. ട്രാക്ടേഴ്സ് വാങ്ങാൻ വേണ്ടി ഒരു കമ്പനി ലോൺ കൊടുക്കുമ്പോൾ ഗോൾഡിന് അഗൻസ്റ്റ് ആയിട്ട് വേറൊരു കമ്പനി ലോൺ കൊടുക്കുന്നു. ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണോ? ഈ കമ്പനികളെല്ലാം പറയുന്ന പേരാണ് NBFC. NBFCയെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നിവയുടെ പണം കണ്ടെത്തിയാണ് ബാങ്കുകൾ ലോണുകൾ നൽകുന്നത്. എന്നാൽ NBFCകൾക്ക് സേവിങ്സ് അക്കൗണ്ടോ കറന്റ് അക്കൗണ്ടോ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതിനു പകരം അവർ ബാങ്കിൽ നിന്നും പണം ബോറോ ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് കൊണ്ട് പണം സമ്പാദിച്ച് ആ എമൗണ്ട് ആണ് ലോണായി നൽകുന്നത്. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് NBFCs. ട്രാക്ടർ വാങ്ങുന്നതിന് ഫാമേഴ്സിന് ലോൺ വേണം, ട്രക്ക് വാങ്ങുന്നതിന് ഡ്രൈവേഴ്സിന് ലോൺ വേണം, അതുപോലെ ഐഫോൺ വാങ്ങാൻ ലോൺ വേണം, ഗോൾഡിന് അഗൻസ്റ്റ് ആയിട്ട് പേഴ്സണൽ ലോൺ വേണം. അതെല്ലാം നൽകുന്നത് NBFC ആണ്. NBFC ഇന്ത്യയുടെ GDP ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. NBFCയുടെ ലോൺ കുറഞ്ഞാൽ കൺസ്യൂമർ സ്പെൻഡിംഗ് കുറയും, ബിസിനസ് ഗ്രോത്ത് കുറയും, അതുപോലെ GDP ഗ്രോത്തും കുറയും. അതായത് ഇന്ത്യയുടെ ടോട്ടൽ GDPയെ അത് ബാധിക്കും. NBFCയെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ നമ്പറാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഗ്രോത്ത്. അതായത് ഒരു കമ്പനിയുടെ ലോൺ ബുക്ക് എത്ര ഗ്രോ ചെയ്തു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഗ്രോത്ത് ഈസ് 22%. ഈ വർഷം അവർ 5 lakhs crore ലോൺ കൊടുത്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് 22% ഹയർ ആണ്. 15 to 25% ഗ്രോത്ത് എന്നുള്ളത് ഒരു NBFCയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. അടുത്തതായി നോക്കേണ്ടതാണ് പാറ്റ് ഗ്രോത്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത്. അത് എപ്പോഴും 15 to 20% വരുന്നതാണ് ഉത്തമം. അടുത്തതായി ROA, റിട്ടേൺ ഓൺ അസറ്റ്. അത് 2.5% മുകളിൽ എക്സലന്റ് ആണ്. NBFCയെ സംബന്ധിച്ചിടത്തോളം ROE 18% മുകളിൽ വേണം. അടുത്ത നമ്പറാണ് GNPA, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്. അതായത് അടവ് തിരിച്ചു ലഭിക്കാത്ത ലോണുകളുടെ കണക്കിനാണ് GNPA എന്ന് പറയുന്നത്. GNPA എപ്പോഴും 3% കുറവായിരിക്കണം. 3% എക്സലന്റ് ആണ്. 3 to 5% ഓക്കെ ആണ്. 5% മുകളിലാണെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആണ്. നെക്സ്റ്റ് നമ്പർ നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്. അതായത് കമ്പനി പ്രൊവിഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര അടവുകൾ ബാക്കി ലഭിക്കാനുണ്ട്. അത് എപ്പോഴും 1.5% ബിലോ ആണെങ്കിൽ ബെസ്റ്റ് നമ്പർ ആണ്. 1.5% ഓക്കെ ആണ്. എബോവ് 1.5% ഇസ് എ വാർണിംഗ് സൈൻ. NBFC അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു നമ്പർ ആണ് ക്രെഡിറ്റ് കോസ്റ്റ്. ക്രെഡിറ്റ് കോസ്റ്റ് എന്തെന്നാൽ ലോൺ കൊടുക്കുമ്പോൾ എല്ലാവരും ലോൺ റീപേ ചെയ്യില്ല, ചിലർ ഡീഫോൾട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു NBFC 100 കോടി ലോൺ കൊടുക്കുമ്പോൾ അത് 2 കോടി ചിലപ്പോൾ ഡീഫോൾട്ട് ആകും. അതായത് 100 കോടിയുടെ 2% ഡീഫോൾട്ട് ആകും. ആ 2% എപ്പോഴും NBFC ലോൺ കൊടുക്കുന്ന സമയത്ത് അത് കോസ്റ്റ് ആയി മാറ്റിവെക്കും. ആ കോസ്റ്റിനെയാണ് ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്രെഡിറ്റ് കോസ്റ്റ് 1 to 2% ഹെൽത്തി. എബവ് 3% ഇസ് എ വാർണിംഗ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പറാണ് ക്യാപിറ്റൽ അഡിക്വേറ്റ് റേഷ്യോ. അതായത് ക്യാപിറ്റലിന്റെ എത്ര പെർസെന്റേജ് നോൺ പെർഫോമിംഗ് അസറ്റിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് 18% എബവ് ആണെങ്കിൽ എക്സലന്റ് ആണ്. അടുത്തത് കോസ്റ്റ് ടു ഇൻകം റേഷ്യോ. അതായത് 100 രൂപ പണം ഉണ്ടാക്കുമ്പോൾ എത്ര രൂപ കമ്പനി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു കണക്കാണ്. കോസ്റ്റ് ടു ഇൻകം റേഷ്യോ കുറയുന്നിടത്തോളം കമ്പനി എക്സലന്റ് ആണ്. അടുത്തത് PCR, പ്രൊവിഷൻ കവറേജ് റേഷ്യോ. അതായത് നോൺ പെർഫോമിംഗ് അസറ്റിന്റെ എത്ര ശതമാനം കമ്പനി ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കാണ്. അത് 60% എബോവ് ആണെങ്കിൽ എക്സലന്റ് ആണ്. ഇനി ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ എക്സലന്റ് ആണ്. നമ്മൾ ROA, ROE, GNPA, NPA എല്ലാം എക്സലന്റ് ആണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 നമ്പേഴ്സ് ഉണ്ട്. വാല്യുവേഷൻ, അതായത് പ്രൈസ് ടു ബുക്ക് റേഷ്യോവും പ്രൈസ് ടു ഏൺ റേഷ്യോവും. നല്ല ROE ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതി ഹൈ വാല്യുവേഷനിൽ വാങ്ങിയാൽ ആ കമ്പനിയും ലോസ് ആണ് നമുക്ക് നൽകുക. അതുകൊണ്ട് പ്രൈസ് ടു ബുക്ക് റേഷ്യോയും പ്രൈസ് ടു ഏൺ റേഷ്യോയും ചെക്ക് ചെയ്യണം. ചോളമണ്ഡലം ഫിനാൻസ് ഇത്രയും വലുതായി വളരാനുള്ള ഒരു റീസൺ എന്നുള്ളത് അവരുടെ മാനേജ്മെന്റ് തന്നെയാണ്. മുരുകപ്പ ഗ്രൂപ്പാണ് അവരുടെ മാനേജ്മെന്റ്. അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തത് അവരുടെ AUM ഗ്രോത്ത് ആണ്. 16% നിന്നും 33% വരെ അവർക്ക് വർഷങ്ങളായി വിതിൻ 5 years അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എബോവ് 20% അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഗ്രോ ചെയ്യിക്കാൻ പറ്റി. അടുത്തത് അവരുടെ ബിസിനസ് ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിരുന്നു. അവർ ബിസിനസ് ലോൺ കൊടുത്തിരുന്നത് പേഴ്സണൽ ലോൺ കൊടുത്തിരുന്നു, SMEക്ക് ലോൺ കൊടുത്തിരുന്നു, കൊളാറ്ററൽ ബേസ്ഡ് ബിസിനസ് ലോൺ കൊടുത്തിരുന്നു, അതുപോലെ ഹോം ലോൺ കൊടുത്തിരുന്നു. മൂന്നാമതായി അവർ ചെയ്തത് റിട്ടേൺ ഓൺ അസറ്റ് എപ്പോഴും എബോവ് 3% ലഭിച്ചിരുന്നു. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എബോവ് 18% എബോവ് എപ്പോഴും റെഗുലറായി ലഭിച്ചിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഫിനാൻഷ്യൽ നമ്പേഴ്സ്, ക്രെഡിറ്റ് കോസ്റ്റ് അവർ എപ്പോഴും ബിലോ 3% ആയി കൺട്രോൾ ചെയ്തു. അതുപോലെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഓൾവേസ് ബിലോ 5% ആയി കൺട്രോൾ ചെയ്തു. ഇങ്ങനെ കൺട്രോൾ ചെയ്തപ്പോൾ 5 yearsൽ അത് 200 rupees മാർക്കറ്റ് പ്രൈസിൽ നിന്നും 1800 രൂപ വരെ
പ്രൈസ് ഇൻക്രീസ് ആയി. അതായത് 9 times ഗ്രോത്ത് ആണ് അവർക്ക് വിതിൻ 5 years ലഭിച്ചത്. അതായത് 2021 1 lakh rupees ചോളമണ്ഡലത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്ന് അത് 8 ലക്ഷമോ 9 ലക്ഷമോ ആയി മാറിയിട്ടുണ്ടാവും. അടുത്തതായി L&T ഫിനാൻസിന്റെ ടേൺ അറൌണ്ട് സ്റ്റോറി നമുക്ക് നോക്കാം. 2021 മുമ്പ് L&T ഫിനാൻസ് കൂടുതലായി റീറ്റെയിൽ ലെൻഡിങ്ങിലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ്ങിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അത് ലോ ROE അതുപോലെ തന്നെ ഹൈ റിസ്കി ബിസിനസ് ആയിരുന്നു. 2021 ശേഷം അവർ കൂടുതലായി പേഴ്സണൽ ലോൺ, ഡിജിറ്റൽ ലെൻഡിംഗ്, SME ലോൺസ്, കൊളാറ്ററൽ ബേസ്ഡ് ബിസിനസ് ലോൺസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ ROE ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി വരുന്ന ക്വാർട്ടറുകളിൽ L&T ഫിനാൻസിന് അതിന്റെ ROE 22% മുകളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ, നോൺ പെർഫോമിംഗ് അസറ്റ് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ, ക്രെഡിറ്റ് റേഷ്യോ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ, അടുത്ത ബജാജ് ഫിനാൻസോ ചോളമണ്ഡലം ഫിനാൻസോ ആകാൻ L&T ഫിനാൻസിന് സാധിച്ചേക്കാം. ഓരോ മൾട്ടി ബാഗറും ആദ്യം പിറക്കുന്നത് ചാർട്ടുകളിലല്ല, ബിസിനസ്സുകളിലും നമ്പേഴ്സിലുമാണ്. ഇതുപോലെ സിമ്പിളായി ബിസിനസ് അനലൈസ് ചെയ്ത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വൈസായി ഇൻവെസ്റ്റ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.